ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 143. നായീനിൽ നിന്ന് എസ്ത്രേദോണിലേക്ക്. ഈശോ എസ്ത്രേദോണിലെത്തി യോഹന്നാൻ എന്ന പ്രീശൻ്റെ പണിക്കാരെ കാണുന്നു. ഈശോയോടുള്ള വിശ്വസ്തതയുള്ള സോറാസിൻ്റെ പണിക്കാരും രാത്രിയിൽ അവരോട് ചേരാമെന്ന് പറയുന്നു. ഈശോ കരയോത്തുകാരനോടും ആൻഡ്രുവിനോടും ജോണിനോടുമെല്ലാം ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും അവർക്കാവശ്യമുള്ള മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനും പറയുന്നു. സോറാസിൻ്റെയും യോഹന്നാൻ്റെയും വയലുകൾക്കുള്ള അതിർത്തിയിൽ ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്നു. യോഹന്നാൻ്റെ പണിക്കാരും 2 കുടം വീഞ്ഞുമായി എത്തുന്നു. അവർ സാബത്തിനുള്ള ഒരുക്കത്തിലാണ്. ഈശോ പറയുന്നു, സ്നേഹിതരെ, നിങ്ങൾക്ക് സമാധാനം. ഇങ്ങു വരൂ, ഇതാണ് നമ്മുടെ സിനഗോഗ്. അതിൻ്റെ തലവൻ ഞാനും. എന്നാൽ ഈ കുടുംബത്തിൻ്റെ തലവനാകാനാണ് ഒന്നാമതായി ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം വിളമ്പട്ടെ. എൻ്റെ കൂടെ വന്നിരിക്കൂ. മണവാളൻ ഇന്ന് നിങ്ങളുടെ കൂടെയാണ്. നമുക്ക് ഒരു വിവാഹ വിരുന്ന് നടത്താം. ഈശോ കൂടകൾ തുറന്ന് അപ്പം വിളമ്പുന്നു. ചീസ്, സസ്യങ്ങൾ, ഒരാട്ടിൻകുട്ടിയെ മുഴുവനോടെ വേവിച്ചത്, ഇതെല്ലാം അവർക്ക് വിഭജിച്ചു കൊടുക്കുന്നു. ഡോറാസിൻ്റെ പണിക്കാരെല്ലാം അത്ഭുതസ്തബ്ധരായിരിക്കുന്നു. ഇതുപോലൊരു ഭക്ഷണം രുചിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു. അവർ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോ പറഞ്ഞു, ഈ മനുഷ്യന് നന്ദി പറഞ്ഞുകൊള്ളൂ. പുതുതായി എൻഡോറിൽ നിന്ന് അവരുടെ കൂടെ ചേർന്നയാളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ആടിനെ വാങ്ങിയത് ഇയാളാണ്. അവരിൽ പ്രായം കൂടിയ ഒരാൾ ഏകദേശം 10 വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ബാലൻ കരയുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഈശോ ചോദിച്ചു, എന്തു പറ്റി അപ്പാ? അങ്ങയുടെ നന്മ അത്ര അധികമായതുകൊണ്ടാ ഈ കണ്ണീർ. എന്നാൽ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം, അതുകൊണ്ട് കൂടെയാ കരയുന്നത്. അപ്പാ, എന്താണ് സംഗതി? ഇവൻ എൻ്റെ പൗത്രനാണ്. കഴിഞ്ഞ ശൈത്യകാലത്ത് മലയിടിച്ചിൽ കഴിഞ്ഞപ്പോൾ അവന് ഞാൻ മാത്രമേ ഉള്ളൂ. ഡോറാസിൻ്റെ മകൻ സോറാസ് അവനെപ്പോലെ തന്നെ ക്രൂരനാണ്. കുട്ടിയെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുകയില്ല. കാട്ടിലേക്ക് ഓടിച്ചു വിടും, അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊണ്ടെന്ന പോലെ ജോലി ചെയ്യിക്കും. ഈ പെസഹ തിരുനാളിന് മിക്കായുടെ കൂടെ ഇവനെ ഞാൻ ജെറുസലേമിലേക്ക് അയക്കുകയാണ്, നിയമത്തിൻ്റെ പുത്രനായി തീരാൻ. അത് കഴിഞ്ഞുള്ള കാര്യം. അവൻ എൻ്റെ മകളുടെ മകനാണ്. ഇവനെ എനിക്ക് തരാമോ? കരയാതെ. മക്കളില്ലാത്ത വിശുദ്ധരായ സത്യസന്ധരായ പല സ്നേഹിതർ എനിക്കുണ്ട്. അവർ അവനെ എൻ്റെ രീതിയിൽ നല്ലവനായി വളർത്തിക്കൊള്ളും. ഓ കർത്താവേ, അങ്ങയെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. കുട്ടി എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ കർത്താവേ, ഞാൻ വരുന്നു. അങ്ങയ്ക്ക് ഞാൻ ഒരു ദുഃഖവും വരുത്തുകയില്ല. പത്രോസ് ഈശോയുടെ കയ്യിൽ ഒന്ന് പിടിച്ച് വലിച്ചിട്ട് ചോദിച്ചു, ഇവനെ ആർക്കാണ് നീ കൊടുക്കാൻ പോകുന്നത്? ലാസറിന് തന്നെയാണോ? അല്ല, മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. അവരിൽ ഒരുവനാണ് ഞാനും. ആഗ്രഹം കൊണ്ട് പത്രോസിൻ്റെ മുഖം ശോഷിച്ചതുപോലെ തോന്നി. പത്രോസേ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് അവകാശമായി തരുന്ന എല്ലാ മക്കളുടെയും പിതാവ് നീ ആയിരിക്കും. എന്നാൽ നിൻ്റെ സ്വന്തം മകനാൽ ബന്ധിതനാകേണ്ടവനല്ല നീ. ശരി, എൻ്റെ കർത്താവേ, അങ്ങനെ തന്നെ ആകട്ടെ. പത്രോസ് ഈശോയുടെ ആഗ്രഹത്തിന് വഴങ്ങുന്നതിന് അസാമാന്യ ധീരോദാത്തത കാണിക്കുന്നു. ഉദിച്ചുയരാൻ പോകുന്ന എൻ്റെ സഭയുടെ മകനായിരിക്കും അവൻ. അവൻ എല്ലാവരുടേതുമായിരിക്കും, ആരുടേതുമായിരിക്കുകയില്ല. എൻ്റെ കുഞ്ഞേ, ഇങ്ങ് വരൂ. നിൻ്റെ പേരെന്താണ്? ജോണിൻ്റെ മകൻ ജാബാസ്. ഞാൻ യൂദായിൽ നിന്നുള്ളവനാണ്, കുട്ടി ചുണയോടെ പറഞ്ഞു. അതിനുശേഷം ഈശോ അവരോട് ദിവീസ് എന്ന ധനവാന്റെയും ലാസർ എന്ന ഭിക്ഷുവിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നു. ഒരിടത്ത് വളരെ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് അയാൾ പൊതുസ്ഥലങ്ങളിലും വീട്ടിലും നടന്നിരുന്നു. ആ നാട്ടിലെ ഏറ്റവും പ്രബലനായ ആളായി നാട്ടുകാരെല്ലാം കരുതി. എല്ലാവരും അയാളെ ബഹുമാനിച്ചു. പ്രത്യേകിച്ചും എല്ലാ ദിവസവും വലിയ വിരുന്ന് സൽക്കാരങ്ങൾ, വിശാലമായ ഹാളുകൾ, നിറയെ സമ്പന്നരായ അതിഥികൾ. എല്ലാവരും അയാളെ സ്തുതിച്ചു. ദിവീസിൻ്റെ വിരുന്നുകൾ പ്രസിദ്ധമായി. ഈ പട്ടണത്തിൽ തന്നെ വളരെ ദരിദ്രനായ ഒരു ഭിക്ഷു ജീവിച്ചിരുന്നു. ദിവീസ് അസാമാന്യ ധനവാനായിരുന്നു. എന്നാൽ ഭിക്ഷു അസാമാന്യ ദരിദ്രനും അരിഷ്ടത അനുഭവിക്കുന്ന ആളുമായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം, മാനുഷികമായ ദുരിതം കൊണ്ട് മൂടപ്പെട്ടിരുന്ന ഒരു വലിയ നിധി ഭിക്ഷുവിനുണ്ടായിരുന്നു. ദിവീസിൻ്റെ സ്വത്തുക്കളെക്കാളും മികച്ച ഒരു നിധി. അത് ലാസറിൻ്റെ കളങ്കമറ്റ വിശുദ്ധിയായിരുന്നു. അയാൾ നിയമങ്ങളൊന്നും ലംഘിച്ചിരുന്നില്ല. സ്നേഹത്തിൻ്റെ പ്രമാണം,
ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും വിശ്വസ്തയോടെ പാലിച്ചു. എല്ലാ ദരിദ്രരും ചെയ്യാറുള്ളതുപോലെ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ അയാൾ ദീവീസിൻ്റെ വീട്ടിലെ വലിയ സദ്യയുടെ ഉച്ഛിഷ്ടങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പടിക്കൽ വെളിയിലുള്ള വഴിയിൽ ക്ഷമാപൂർവ്വം കിടക്കും. ദിവീസ് അയാളെ കണ്ടാൽ ഉടൻ അവിടെ നിന്ന് ഓടിക്കും. ആകെ വ്രണമായി കീറിയ വസ്ത്രങ്ങളും മെലിഞ്ഞ ശരീരവുമായിരുന്ന അയാളെ കാണുന്നത് തന്നെ അതിഥികൾക്ക് അരോചകമായിരിക്കും എന്നാണ് പറയുക. ദിവീസിൻ്റെ പട്ടികൾ വിലപിടിച്ച കോളറും കഴുത്തിലണിഞ്ഞ് കാണാൻ വളരെ നല്ലവയായിരുന്നു. ആ നായ്ക്കൾക്ക് യജമാനനേക്കാൾ കാരുണ്യവും ഉണ്ടായിരുന്നു. അവ ചെന്ന് അയാളുടെ വ്രണങ്ങൾ നക്കും. മേശപ്പുറത്ത് നിന്ന് വീഴുന്ന ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങൾ അവ ലാസറിന് കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം ലാസർ മരിച്ചു. ഒരുത്തരും അതറിഞ്ഞില്ല. ആരും അയാളെ ചൊല്ലി വിലപിച്ചില്ല. എന്നാൽ ദിവീസ് സന്തോഷിച്ചു. കാരണം ആരും അദ്ദേഹത്തെ പിന്നീട് പടിക്കൽ കണ്ടില്ല. എന്നാൽ മാലാഖമാർ കണ്ടു. അന്ത്യശ്വാസം വലിച്ച് തണുത്ത ശൂന്യമായ ഒരു ഗുഹയിൽ കിടന്ന ലാസറിൻ്റെ ആത്മാവിനെ വലിയ പ്രകാശധോരണിയോടെ ഓശാന പാടിക്കൊണ്ട് ഉയർത്തി പറന്നുപോയി. കുറേ നാൾ കഴിഞ്ഞ് ദിവീസ് മരിച്ചു. ഓ, എത്ര കേമമായ ശവസംസ്കാരം! പട്ടണവാസികളും ബന്ധുക്കളും സ്നേഹിതരും മൈതാനത്ത് തടിച്ചുകൂടി. വിലാപം ആകാശത്തേക്കുയർന്നു. അതോടൊപ്പം മുഖസ്തുതിയും കപടവാക്കുകളും. ഇയാൾ എത്ര നീതിമാനായിരുന്നു! എല്ലാവരുടെയും ഗുണകാംക്ഷിയും എത്ര വലിയവനുമായിരുന്നു! ദൈവത്തിൻ്റെ വിധിയെ മനുഷ്യൻ്റെ വാക്കുകൾക്ക് മാറ്റാൻ കഴിയുമോ? വിധിക്കപ്പെട്ടത് അങ്ങനെ തന്നെ, എഴുതപ്പെട്ടതും അങ്ങനെ തന്നെ. ശവസംസ്കാരം വളരെ കേമമായിരുന്നെങ്കിലും ദിവീസിൻ്റെ ആത്മാവ് നരകത്തിൽ കുഴിച്ചു മൂടപ്പെട്ടു. ഭയങ്കരമായ കാരാഗൃഹത്തിൽ തീയും അന്ധകാരവും. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്ത് അയാൾ സ്വർഗത്തിലേക്കൊരു നിമിഷം കണ്ണുകളുയർത്തി. ഒരു മിന്നൽ പ്രകാശത്തിൽ സ്വർഗത്തിൻ്റെ മനോഹാരിത, വർണ്ണിക്കാനാവാത്ത സൗന്ദര്യം അയാൾ കണ്ടു. അബ്രാഹാമിൻ്റെ മടിയിൽ പ്രകാശിതനായി സന്തോഷവാനായി ലാസറും ഇരിക്കുന്നു. ഒരു കാലത്ത് അറപ്പുളവാക്കിയിരുന്ന ലാസർ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശത്തിലും സ്വന്തം വിശുദ്ധിയിലും സുന്ദരനായി തീർന്നിരിക്കുന്നു. മാലാഖമാർ അവനെ നോക്കി അത്ഭുതപ്പെട്ടു. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ദൈവം നൽകുന്ന സംരക്ഷണം യോനായെ ലാസറിനെ പോലെ ദൈവസന്നിധിയിൽ മഹത്വത്തോടെ വാഴുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു സ്നേഹിതനും സംരക്ഷകനുമായി യോനായ്ക്ക് നിങ്ങളുടെ പക്കൽ വരാൻ കഴിയും. നിങ്ങൾ നല്ലവരാണെങ്കിൽ. ദിവീസാകുന്നതിനേക്കാൾ മെച്ചം ലാസറാകുന്നതാണ്. എന്നെ വിശ്വസിക്കൂ, എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാകും. അപ്പ, എന്നെ ഏൽപ്പിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് ഒട്ടും വിഷമിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് അവനെ ഇവിടെ കൊണ്ടുവരാം. അവൻ വളരുന്നതും ദൈവത്തിൻ്റെ വഴിയിലൂടെ ജ്ഞാനത്തിലും നന്മയിലും മുന്നേറുന്നതും കണ്ട് അപ്പാപ്പന് സന്തോഷിക്കാം. ദുഃഖിതരായ മനുഷ്യർ അവരുടെ കുരിശിലേക്ക് തിരിച്ചു പോകുന്നു. ഈശോ അവരെ അനുഗ്രഹിച്ച ശേഷം കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്ന വഴിയിലൂടെ ശിഷ്യരുമൊത്ത് തിരിച്ചു പോകുന്നു.